ശരീരത്തിൻ്റെ മസിലുകൾ ഫോമിലാക്കാൻ വേണ്ടിയും ആരോഗ്യം കൂട്ടാൻ വേണ്ടിയും നമ്മൾ ജിമ്മിൽ പോകുന്നത് പോലെ തന്നെയാണ് ബ്രെയിൻ ജിം. പക്ഷേ ഇതിന് ബ്രെയിൻ്റെ പ്രത്യേകതകളായ മെമ്മറി, കോർഡിനേഷൻ, ഇമോഷണൽ റെഗുലേഷൻസ്, മെൻ്റൽ എബിലിറ്റി, മെൻ്റൽ പവർ, മൈൻഡ് പവർ ഇവയൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കുറച്ചും കൂടെ സ്മൂത്താക്കാനുമാണ് ബ്രെയിൻ ജിമ്മുകൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ബ്രെയിൻ ജിമ്മും പാടില്ല, എല്ലാ കുട്ടികളും ചെയ്യേണ്ടതുമല്ല ബ്രെയിൻ ജിം. പ്രത്യേകിച്ച് ഹിസ്റ്റീരിക് ആയിട്ടുള്ളവർ, പിന്നെ അതേപോലെ തന്നെ എപ്പിലിപ്സി ഉള്ളവർ, അവർക്കൊക്കെ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ബ്രെയിൻ ജിമ്മുകളുണ്ട്. അതേപോലെ കോർഡിനേഷൻ മൈൽഡായിട്ട് മാത്രം കുറയുന്ന കുട്ടികളെ കൂട്ടാൻ വേണ്ടിയിട്ട് കോർഡിനേഷൻ എക്സസൈസുകൾ കൂടുതലായി ചെയ്യിക്കുന്നതും അപകടം നിറഞ്ഞ കാര്യമാണ്. അപ്പോൾ പലപ്പോഴും അത് അവരുടെ ബിഹേവിയറൽ ഡിസോർഡറിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയും കാണാറുണ്ട്. അപ്പോൾ ബ്രെയിൻ ജിം ഉപയോഗിക്കുമ്പം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഈ ബ്രെയിൻ ജിമ്മിൽ എല്ലാവർക്കും തന്നെ ചെയ്യാവുന്ന വളരെ സുഗമമായ ഒരു ബ്രെയിൻ ജിമ്മിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കണ്ണുകളുടെ ചലനം ഒരേ ദിശയിലാക്കി ചലനത്തിനൊപ്പം ശ്വാസത്തെയും ക്രമീകരിക്കുന്നതാണ് ഐബോൾ ബ്രീത്തിങ്. ഇത് 24 തരത്തിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉപയോഗം എന്ന് പറയുന്നത് ഇതുകൊണ്ട് കുട്ടികളിൽ കോർഡിനേഷൻ കൂടുന്നു, അവരുടെ ഇമോഷൻസ് റെഗുലേറ്റ് ആവുന്നു. അതായത് ബാക്ക് മെമ്മറി കണക്റ്റ് ആവാത്ത ഷോർട്ട് മെമ്മറി ഉള്ള ആളുകളെ, അത്തരം കുട്ടികൾക്ക് ഇത് മെമ്മറി കൂട്ടാനും ഉപയോഗിക്കുന്നു എന്നതാണ് ഐബോൾ ബ്രീത്തിങ്ങിൻ്റെ പ്രത്യേകത.